ഹായ് ഫ്രണ്ട്സ്, ഞാൻ അശ്വതി. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ HSIയുടെ ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് ഒരു 2-3 ഡേയ്സ് ആയെന്ന് തോന്നുന്നു. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ക്ലാസ് അപ്ലോഡ് ചെയ്യാൻ ഇത്രയും ലേറ്റ് ആയത്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജോൺ ഡണ്ണിൻ്റെ വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് എന്ന് പറയുന്ന പോമാണ്. പോയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്കൊരു 6 അനോണിംസ് നോക്കാം. ആൻഡ് ഫസ്റ്റ് വേർഡ് ഈസ് ബാർബേറിയൻ ആൻഡ് ഓപ്പോസിറ്റ് സിവിലൈസ്ഡ്. And second word ignorance, opposite knowledge. And third word convict and opposite acquit. And fourth word adversity, opposite prosperity. And fifth word magnanimous and opposite ungenerous. And sixth word is comfort, opposite distress. ഈ ആൻറ്റോണിംസ് പഠിച്ച് പോകണം കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. ഇന്ന് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ജോൺ ഡണ്ണിനെ പറ്റി കുറച്ച് പറയുന്നുണ്ട്, മെറ്റഫിസിക്കൽ പോയത്തിനെ പറ്റി പറയുന്നുണ്ട്, പിന്നെ ഈ പോയത്തിൻ്റെ ഒരു ഡീറ്റെയിൽ സമ്മറി, കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ഇത്രേ പറയുന്നുള്ളൂ. ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു 5 വേർഡ്സ് ഇല്ലേ, അത് ഈ വീഡിയോയിൽ ചെയ്യുന്നില്ല. കാരണം ഓൾറെഡി ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ ഒത്തിരി ലെങ്തി ആയി പോകും. അതുകൊണ്ട് ഈ പോയത്തിൻ്റെ കാര്യങ്ങൾ മാത്രമേ ബേസിക്കായിട്ട് ഇന്നതിൽ പറയുന്നുള്ളൂ. പിന്നെ ഈ പോയം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പോയമാണിത്. നമ്മുടെ ഡിഗ്രി സിലബസിൽ ഉള്ള ഒരു പോയമാണ്. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യനും ഉണ്ടാവും. മറ്റേ ആ ഒരു 4 ലൈൻസ് ഇല്ലേ കോമ്പസിൻ്റെ, ആ ഒരു ലൈൻ വെച്ചിട്ട് അപ്രീസിയേഷനോ അങ്ങനെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസും ഡിഗ്രി സിലബസിൽ ഇതിൻ്റെ വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ജോൺ ഡണ്ണിനെ ഒന്ന് പരിചയപ്പെടാം. John Donne was born in 1572 in London, England. He is known as the founder of metaphysical poets, and he was born into a Catholic family during a strong anti-Catholic period in England. Donne's father, also named John, was a prosperous London merchant. His mother, Elizabeth Haywood. അപ്പോൾ നമ്മുടെ ജോൺ ഡൺ ജനിക്കുന്നത് 1572 ലണ്ടനിലാണ്. അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ പേരും ജോൺ തന്നെയാണ്, അമ്മയുടെ പേര് എലിസബത്ത് ഹെയ്വുഡ് എന്നാണ്. In 1593, John Donne's brother Henry was convicted of a Catholic sympathies and died in prison. So, അതിനുശേഷം after this incident, John questioned his Catholic faith and inspired some of his best writing on religion. And at the age of 25, Donne was appointed as private secretary of Thomas Egerton. And ഈ 25-ാമത്തെ വയസ്സിൽ എഗേർട്ടണിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്തു. And he held his position with Egerton for several years. And it's likely ആ ഒരു പീരീഡിലാണ് ജോൺ ഡൺ ആംഗ്ലിക്കനിസത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. And on his way to a promising career, Donne became a member of parliament in 1601. ഈ 1601 എന്ന് പറയുന്നത് ജോൺ ഡണ്ണിൻ്റെ കരിയറിലെ എന്നല്ല, ലൈഫിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർഷമാണ് ഈ 1601. മെമ്പർ ഓഫ് പാർലമെൻ്റ് ആയി. അത് മാത്രമല്ല, അതേ സെയിം ഇയറിൽ തന്നെയാണ് ഹി മാരീഡ് 16-year-old ആനി മോർ. അപ്പോൾ ആ സമയത്ത് ആ 1601 മെമ്പർ ഓഫ് പാർലമെൻ്റ് ആയ അതേ വർഷം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിച്ചത് ആനി മോറിനെയാണ്. അതാരായിരുന്നു? സർ എഗർട്ടൻ്റെ നീസ് ആയിരുന്നു. ഓക്കെ. ബോത്ത് ലോർഡ് എഗർട്ടൺ ആൻഡ് ആനീസ് ഫാദർ ജോർജ് മോർ സ്ട്രോങ്ലി ഡിസപ്രൂവ്ഡ് ദിസ് മാരേജ്. ആസ് എ പണിഷ്മെൻറ്റ്, മോർ ഡിഡ് നോട്ട് പ്രൊവൈഡ് എനി ഡവറി. ആൻഡ് അതിനുശേഷം ലോർഡ് എഗേർട്ടൺ എന്ത് ചെയ്തു? ഫയർ ചെയ്തു ജോൺ ഡണ്ണിനെ. അദ്ദേഹത്തിൻ്റെ ജോബിൽ നിന്ന് ഫയർ ചെയ്യുക മാത്രമല്ല, അദ്ദേഹം ജയിലിലാവുകയും ചെയ്തു ഫോർ എ ഷോർട്ട് ടൈം. ഈ ഷോർട്ട് ടൈം എന്ന് പറയുന്നത് ഒരു 8 years ആണ്. ദ 8 years ഫോളോയിങ് ഡൺസ് റിലീസ്. ആ ഒരു റിലീസിന് ശേഷം അവരുടെ ആ ഒരു കപ്പിളിൻ്റെ ലൈഫിലെ സ്ട്രഗിൾ നിറഞ്ഞൊരു വർഷങ്ങളാണ് കടന്നുപോയത്. പിന്നീട് ആനീസ് ഫാദർ ഫൈനലി പെയ്ഡ് ഹെർ ഡവറി. അതിനുശേഷം ആനിയുടെ ഫാദർ ഡവറി പേ ചെയ്തതിന് ശേഷമാണ് അവരുടെ ലൈഫ് ഒന്ന് സെറ്റിലായത്. ആൻഡ് ഇനി ഇതൊരു മെറ്റഫിസിക്കൽ പോയമാണ്. മെറ്റഫിസിക്കൽ പോയട്രി എന്താണ് എന്നുള്ളത്, മെറ്റഫിസിക്കൽ പോയം, ആ പോയട്രി എന്താണെന്നുള്ളത് ഞാനൊരു ചെറിയൊരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യാം. അതിൽ ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ മെറ്റഫിസിക്കൽ പോയട്രിയെ പറ്റിയും മെറ്റഫിസിക്കൽ പോയറ്റ്സിനെ പറ്റിയൊക്കെ പറയാം. പക്ഷേ അത് ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുവാണെങ്കിൽ ഈ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും. ഇടയ്ക്കെൻ്റെ സൗണ്ട് മാറുന്നുണ്ട് കേട്ടോ. ആൻഡ് ചെറിയൊരു ത്രോട്ട് ഇൻഫെക്ഷൻ പോലെ ഉണ്ട്, അതുകൊണ്ടാണ്. ആൻഡ് ഇനി നമുക്ക് മെറ്റഫിസിക്കൽ പോയട്രി എന്താണെന്ന് നോക്കാം. ദ ടേം മെറ്റഫിസിക്കൽ ഓർ മെറ്റഫിസിക്സ് ഇൻ പോയട്രി ഈസ് ദ ഫ്രൂട്ട് ഓഫ് റിനൈസൻസ് ട്രീ. Originally, the term metaphysical poetry was coined by John Dryden and later popularized by Samuel Johnson in his book Lives of Most Eminent English Poets. ഇത് എല്ലാവർക്കും തെറ്റിപ്പോകുന്ന ക്വസ്റ്റ്യൻ ആണ്. ആരാണ് ഈ
മെറ്റഫിസിക്കൽ പോയട്രി എന്ന് പറയുന്ന വേർഡ് കോയിൻ ചെയ്തതെന്ന് ചോദിച്ചാൽ എല്ലാവരും സാമുവൽ ജോൺസൺ എന്ന് എഴുതും. പക്ഷേ ആ വേർഡ് കോയിൻ ചെയ്തത് ജോൺ ബ്രൈഡൻ ആണ്. ആ ഒരു വേർഡിനെ പോപ്പുലറൈസ് ചെയ്തതാണ് സാമുവൽ ജോൺസൺ. ഏത് ബുക്കിലൂടെ? ലൈവ്സ് ഓഫ് ദ മോസ്റ്റ് എമിനൻറ്റ് ഇംഗ്ലീഷ് പോയറ്റ്സ് എന്ന് പറയുന്ന ബുക്കിലൂടെ അതിനെ പോപ്പുലറൈസ് ചെയ്തതാണ് നമ്മുടെ സാമുവൽ ജോൺസൺ. കോയിൻ ചെയ്തത് ജോൺ ബ്രൈഡൻ ആണ്. ആൻഡ് ദ വേർഡ് മെറ്റ മീൻസ് ബിയോണ്ട് ആൻഡ് ഫിസിക്കൽ മീൻസ് ഫിസിക്കൽ നേച്ചർ. ആൻഡ് metaphysical poetry means poetry that goes beyond the physical world of a sense and explores the spiritual world. അപ്പോൾ metaphysical poetry എന്ന് പറഞ്ഞാൽ എന്താണ്? goes beyond the physical world, and metaphysical poetry refers to a type of very intellectual poetry, and it is a type of poetry dealing with abstracts or philosophical subjects such as love, religion, God, beauty, faith and so on. അപ്പോൾ ഈ ലവിനെയും റിലീജിയനെയും ദൈവത്തിനെയും ബ്യൂട്ടിയെയും ഫെയ്ത്തിനെയൊക്കെ പറ്റിയാണ് ഈ മെറ്റാഫിസിക്കൽ പോയട്രിയിൽ പറയുന്നത്. മെയിൻ ഫീച്ചർ ഓഫ് മെറ്റാഫിസിക്കൽ പോയട്രി ഇൻക്ലൂഡ് സ്കിൽഫുൾ യൂസ് ഓഫ് വിറ്റ് ആൻഡ് കോൺസെപ്റ്റ്, എക്സിബിഷൻ ഓഫ് ലേണിംഗ്, ഹാർഷ് വേഴ്സിഫിക്കേഷൻ, പേഴ്സണേറ്റ് തോട്ട്സ്, റിലീജിയസ് ആൻഡ് ഡ്രാമാറ്റിക് എലമെൻറ്റ്സ്, ഡയറക്ട്നെസ് ഓഫ് സ്പീച്ച്, അബ്രപ്റ്റ് ബിഗിനിങ്, ഹാർഷ് റിതം ആൻഡ് ഓർഡിനറി സ്പീച്ച് മിക്സ് വിത്ത് പോയിൻറ്റ്സ് ആൻഡ് പാരഡോക്സ്, colloquial language and argumentative presentation of emotion and daring imagery or metaphysical conceits. And ഇതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആരൊക്കെയായിരുന്നു? ജോൺ ഡണ്ണും ആൻഡ്രൂ മാർവെൽ ആൻഡ് ജോർജ് ഹെർബർട്ട്. ആക്ച്വലി മെറ്റാഫിസിക്കൽ പോയട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? 17-ാം നൂറ്റാണ്ടിലുണ്ടായ ഒരു കൂട്ടം പോയറ്റ്സിൻ്റെ പോയട്രിയാണ്. അവർ എഴുതുന്ന കവിതകളെയൊക്കെ മെറ്റാഫിസിക്കൽ പോയട്രി എന്നാണ് പറയുന്നത്. അതെല്ലാം ബിയോണ്ട് ഫിസിക്കൽ നേച്ചറാണ്. അതായത് നമ്മുടെ ഫിസിക്കൽ നേച്ചറിന് അപ്പുറമുള്ള എന്തോ ഒന്ന്, മനുഷ്യൻ്റെ മുഴുവൻ എക്സ്പീരിയൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ അനുഭവത്തിൻ്റെയൊക്കെ ആഴമേറിയ കാര്യങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതേപോലെ. ഇനി വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് എന്ന പോയം നോക്കാം. ഇതൊരു മെറ്റാഫിസിക്കൽ പോയമാണ്. റിട്ടൺ ഇൻ 1611 to 1612 ഫോർ ഹിസ് വൈഫ് ആനി ആൻഡ് ബിഫോർ ഹി ലെഫ്റ്റ് ഓൺ എ ട്രിപ്പ് ടു കോണ്ടിനെൻ്റൽ യൂറോപ്പ്. And her Valediction Forbidding Morning is a 36-line love poem that was first published in the year 1633 collection of songs and sonnet and 2 years after Donne's death. അതായത് ഈ പോയം ജോൺ ഡൺ തൻ്റെ ഭാര്യ ആനി മോറിന് വേണ്ടി എഴുതുന്ന ഒരു പോയമാണ്. അദ്ദേഹത്തിൻ്റെ വൈഫിനെ പിരിഞ്ഞ് യൂറോപ്പിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് എഴുതുന്നൊരു പോയമാണ്. അങ്ങനെയാണ് നമ്മളിത് കരുതപ്പെടുന്നത്. ഇതൊരു മെറ്റാഫിസിക്കൽ പോയമാണ്. ഇത് എഴുതുന്നത് 1611-12 കാലഘട്ടത്തിലാണ്. പക്ഷേ ഇത് പബ്ലിഷ് ചെയ്തത് 1633-ലാണ്. പബ്ലിഷ് ചെയ്ത ബുക്കിൻ്റെ പേര് സോങ്സ് ആൻഡ് സോണറ്റ് എന്ന് പറയുന്ന ബുക്കാണ്. ആൻഡ് അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് പബ്ലിഷ് ചെയ്തില്ല. കാരണം അദ്ദേഹം അങ്ങനെ ഒരു പബ്ലിഷ് ചെയ്ത് ഫേമസ് ആയിട്ട് ആ ഒരു ലൈഫ് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതിനുശേഷം പിന്നെ പറയാനുള്ളത് ഇതൊരു 36 ലൈൻ പോവാണ്. ഓരോ ക്വാർട്ടറൈൻ വെച്ചിട്ട് ഇതിന് ഓരോ ക്വാർട്ടറൈൻ, അതായത് ക്വാർട്ടറൈൻ എന്താണെന്ന് നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോണറ്റ് 1 to 1 പറഞ്ഞപ്പോൾ 4 ലൈൻ വെച്ചിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വാർട്ടറൈൻ നോക്കാം. As virtuous men passes mightily away and whisper to their souls to go, while some of their sad friends do say, the breath goes now and some says no. അതായത് ഇവിടെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഇവിടെ പോയറ്റും വൈഫും തമ്മിൽ ചെറിയൊരു സെപ്പറേഷൻ ഉണ്ടാകുമ്പോൾ, അതായത് പോയറ്റ് മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ എഴുതുന്നൊരു കവിതയാണത്. ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം ഈ പോയം വായിക്കാനായിട്ട്. ഹിയർ ദ സ്പീക്കർ ഓപ്പൺ വിത്ത് ആൻ ഇമേജ് ഓഫ് ഗുഡ് മെൻ ഡൈയിങ്. അതായത് ഈ പോയത്തിൻ്റെ ഓപ്പണിംഗ് ലൈനിൽ തന്നെ ഒരു ഇമേജാണുള്ളത്. ഒരു ഗുഡ് മെൻ ഡൈയിങ് എന്ന് പറയുന്ന ഒരു ഇമേജ്, അതൊന്ന് മനസ്സിൽ വെച്ചേക്കണം. ആൻഡ് ഹിയർ സ്പീക്കർ ഓപ്പൺസ് വിത്ത് ആൻ ഇമേജ് ഓഫ് ഗുഡ് മെൻ ഡൈയിങ് ക്വയറ്റ്ലി സോഫ്റ്റ്ലി അഗിങ് ദെയർ സോൾസ് ടു ലീവ് ദെയർ ബോഡി. ഇവിടെ പോയിട്ട് പറയുന്നത് എന്താണ്? നല്ല മനുഷ്യർ മരിക്കുന്നത് എങ്ങനെയാണ്? കാം ആൻഡ് ക്വയറ്റായിട്ടാണ് മരിക്കുന്നത്. അവരുടെ ശരീരം വിട്ട് അവരുടെ ആത്മാവ് അങ്ങ് പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്ക് എങ്ങോട്ടാണ്? ചിലപ്പോൾ സ്വർഗത്തിലേക്കായിരിക്കാം, ആകാശത്തിലേക്കായിരിക്കാം. അവരുടെ ആത്മാവ് അവരുടെ ശരീരം വിട്ട് പോവുകയാണ്. പക്ഷേ ആ ആത്മാവ് പോകുന്നത് എങ്ങനെയാണ്? കാം ആൻഡ് ക്വയറ്റായിട്ടാണ് പോകുന്നത്. ആ ഒരു മരിച്ച മനുഷ്യൻ്റെ സുഹൃത്തുക്കളൊക്കെ അവിടെ കൂടിയിട്ടുണ്ടായിരിക്കും. ഇപ്പം നമുക്കറിയാം, മരിച്ച വീട്ടിലൊക്കെ അവരുടെ ഈ മരിച്ച ആളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തുക്കളൊക്കെ എന്താ പറയുന്നത്? ചിലരിങ്ങനെ പറയുന്നുണ്ട്, ഇതാ ഇപ്പോൾ ശ്വാസം പോകുന്നതേ ഉള്ളൂ, ജസ്റ്റ് ശ്വാസം പോയതേ ഉള്ളൂ. പക്ഷെ ചിലർ പറയും മരിച്ചിട്ടില്ല, ഇപ്പോഴും മരിച്ചിട്ടില്ല എന്ന് പറയും. അത്രക്ക് കാം ആൻഡ് ക്വയറ്റായിട്ടാണ് ആ ഒരു ബോഡിയിൽ നിന്ന് സോള് പോയത്. അവിടെ ഒരു ഡിസഗ്രിമെൻ്റ് ആണ്, ഫ്രണ്ട്സ് തമ്മിൽ മരിച്ചോ മരിച്ചില്ല എന്നൊരു ഡിസഗ്രിമെൻ്റ് അവിടെ നടക്കുന്നുണ്ട്.
ആൻഡ് അടുത്ത ക്വാർട്ടറിനിലേക്ക് പോവാം. അപ്പോൾ അങ്ങോട്ടേക്ക് ഇപ്പോൾ ആദ്യത്തെ ക്വാർട്ടറിൻ വെച്ചിട്ട് മാത്രം അനലൈസ് ചെയ്യരുത് കേട്ടോ. അങ്ങോട്ടേക്ക് വരുന്തോറും പോയം കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുവാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സോ ലെറ്റ് us melt and make no noise, no tear floods, no sigh tempest, to air profanation of our joy and to tell the reality of our love. അപ്പോൾ സോ ദ സ്പീക്കർ ആർഗ്യൂസ് ദാറ്റ് ഹി ആൻഡ് ഹിസ് ലവർ ദ ലവർ ഹിസ് ബിഡിങ് ഫെയർവെൽ ടു ഷുഡ് ടേക്ക് ദീസ് ഡെത്ത് ആസ് എ മോഡൽ. അതായത് സ്പീക്കർ പറയുവാണ് ഈ വിർച്വസ് മെന്നിൻ്റെ ഡെത്ത് നമുക്കൊരു മോഡലായിട്ട് എടുക്കാം. ആ ഡെത്ത് പോലെ നമുക്ക് വേർപിരിയാം. അതായത് മരിക്കാം എന്നൊന്നും അല്ല കേട്ടോ ഇവിടെ പറയുന്നത്. ഇപ്പോഴത്തെ ടെമ്പററി ആയൊരു വേർപിരിയലിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ പോയിട്ട് ഒരു ട്രിപ്പ് പോവുകയാണെന്ന്. ആ ഒരു യാത്രയാണ് ഇവിടെ പോയിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആ വിർച്വസ് മെൻ കാം ആൻഡ് ക്വയറ്റായിട്ട് ഈ ലോകം വിട്ട് പോയി. അതേപോലെ നമുക്കും ഈ ഒരു ചെറിയ വേർപിരിയൽ അങ്ങ് ഒരു കാം ആൻഡ് ക്വയറ്റായിട്ട് തന്നെ പോവാം. അതായത് ഈ വേർപിരിയൽ നീ അതിലെ ദുഃഖങ്ങളെല്ലാം നീ സഹിക്കണം. സൈലൻ്റായിട്ട് നമുക്ക് വേർപിരിയാം. നമുക്ക് എന്ത് വേണ്ട എന്നാണ് പോയിട്ട് പറയുന്നത്. നോ ടിയർ ഫ്ലഡ്സ്, അതായത് കണ്ണുനീര് കൊണ്ടുള്ളൊരു വെള്ളപ്പൊക്കമോ അങ്ങനെയൊന്നും നമുക്കിവിടെ വേണ്ട. അതായത് കരഞ്ഞ് ബഹളം വെച്ചൊന്നും പോവണ്ട. സൈ ടെമ്പസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഉറക്കെ അലറിക്കരഞ്ഞ് നിലവിളിക്കുക, അങ്ങനെയൊന്നും ശബ്ദ കോലാഹലങ്ങളൊന്നും നമുക്കിവിടെ വേണ്ട. അതായത് നമ്മളിവിടെ കരയോ ബഹളം വെക്കോ അങ്ങനെ ഒന്നും ചെയ്യണ്ട. നമ്മൾ എന്താ ചെയ്യേണ്ടത്, ജസ്റ്റ് ഒന്ന് പാർട്ടാവണം, അത്രയേ ഉള്ളൂ. അത് വളരെ സൈലൻ്റായിട്ട് കാം ആൻഡ് ക്വയറ്റായിട്ട് നമ്മൾ തമ്മിൽ പിരിയുമ്പോൾ മറ്റുള്ള ആൾക്കാർ ചെയ്യുന്ന പോലെ ഒരു ബഹളം വെച്ച് അലമുറയിട്ട് കരഞ്ഞ് അങ്ങനെയൊന്നും ചെയ്യണ്ട. അങ്ങനെ നമ്മൾ ചെയ്താൽ നമ്മളും മറ്റുള്ളവരും നമ്മൾ യാതൊരു വ്യത്യാസവും ഇല്ല. നമ്മൾ യുണീക്കായിരിക്കണം. നമ്മൾ തമ്മിലുള്ള സ്നേഹം പരിശുദ്ധമായിരിക്കണം. നമ്മൾ മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തരായിരിക്കണം. സോ നമ്മൾ ഇങ്ങനെ ഒരു പാർട്ടാവുമ്പോൾ നമ്മൾ കരയാൻ പാടില്ല. ഓക്കെ, കാം ആൻഡ് ക്വയറ്റായിട്ട് കുറച്ച് നാളത്തേക്ക് ഈ ടെമ്പററി ആയിട്ടുള്ള ഈ ഒരു വേർപിരിയൽ നമുക്ക് സഹിക്കാം. അങ്ങനെ നമ്മൾ ഒത്തിരി ബഹളമൊക്കെ ഉണ്ടായി പോയാൽ നമ്മളുടെ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു ലവ് എന്ത് ചെയ്യും, ഡീഗ്രേഡ് ആവുകയാണ് അവിടെ ചെയ്യുന്നത്. ഓർഡിനറി പീപ്പിളിൻ്റെ ലവ് പോലെ നമ്മളുടെ ഒരു പ്യുവർ ആയിട്ടുള്ളൊരു ലവ് ഒരു ഓർഡിനറി പീപ്പിളിൻ്റെ ലവ് പോലെ ആവും. നമ്മളുടെ ലവ് എന്ന് പറഞ്ഞാൽ എന്താണിപ്പോൾ, നമ്മുടെ ലവ് ഇപ്പോൾ റോയലാണ്, സുപ്പീരിയറാണ്, മറ്റുള്ളവരെക്കാളും സുപ്പീരിയറാണ് നമ്മുടെ ലവ്. സോ നമ്മൾ ഓർഡിനറി പീപ്പിളിനെ പോലെയൊന്നും ബഹളം വെച്ചൊന്നും കരയാൻ പാടില്ല. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് 4 ലൈനിൽ പറയുന്നത്. അപ്പോൾ ആദ്യത്തെ 8 ലൈൻ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വാർട്ടറിനിലേക്ക് പോവാം. ഇനി നമുക്ക് അടുത്ത ക്വാർട്ടറിൻ നോക്കാം. മൂവിങ് ഓഫ് എർത്ത് ബ്രിങ്സ് ഹാംസ് ആൻഡ് ഫിയർ when reckoned what it did and meant, but repetition of spear though great fear is innocent. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് ക്വാർട്ടറിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഫുൾ ജോൺ ഡണ്ണിൻ്റെ കമ്പയർ ചെയ്യുന്ന ഒരു സ്കില്ല് നമുക്ക് കാണാം കേട്ടോ. അതായത് ജോൺ ഡൺ തുടക്കത്തിൽ തന്നെ എന്താ ഒരു ഡെഡ് ബോഡിയുമായിട്ടാണ് ലവിനെ കമ്പയർ ചെയ്തത്. ഈ ക്വാർട്ടറിനിലും അങ്ങനെ ഒരു കമ്പാരിസൺ ചെയ്യുന്നുണ്ട്. അതായത് നാച്ചുറൽ എർത്തി ഡിസ്റ്റർബൻസ് സച്ച് ആസ് എർത്ത് ഹോട്ട്സ് ആൻഡ് സ്കേഴ്സ് ഹ്യൂമൻ ബീയിങ്. അതായത് നമ്മളുടെ ഭൂമിയിലുണ്ടാകുന്ന നാച്ചുറൽ, അതായത് ഷെയ്ക്കൊക്കെ ഇല്ലേ, എർത്ത് ക്വേക്ക് പോലുള്ള പ്രശ്നങ്ങളൊക്കെ, അത് ഹ്യൂമൻ ബീയിങ്ങിനെ ഹേർട്ട് ചെയ്യും, സ്കെയർ ചെയ്യും, പേടിപ്പിക്കും, അവരെ പരിഭ്രാന്തരാക്കും. Ordinary people notice these even happening and wonder what they meant, and however moments of heaven while being larger and more significant go unnoticed by most people. ഇവിടെ പറയുന്നത് എന്താണ്, ഭൂമി ചലിക്കുമ്പോൾ, ഭൂമിയിലെ ഡിസ്റ്റർബൻസ് ഉണ്ടാകുമ്പോൾ, സച്ച് ആസ് എർത്ത് ക്വേക്ക് അതേപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും, മനുഷ്യരാശിയെ മൊത്തം ഭീതിയിലാക്കും. അതായത് പെട്ടെന്നൊരു ഭൂമികൾക്ക് ഉണ്ടായ എന്ത് സംഭവിക്കുക, നമ്മളെല്ലാവരും ഓടും. ഇവിടെയൊക്കെ സുനാമി വന്നപ്പോഴത്തേക്കും അതേപോലെ തന്നെ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴത്തേക്കൊക്കെ എന്താ ഉണ്ടായത്, നമ്മളെല്ലാവരും പരിഭ്രാന്തരായി, ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലേ. അതേപോലെ ഫിയേഴ്സും ഒക്കെ, നമുക്ക് പേടിയുമെല്ലാം നമ്മുടെ ഉള്ളിലുണ്ടാവും. പക്ഷേ ഇവിടെ ട്രെപ്പഡിഷൻ എന്ന് പറയുന്നത് എന്താ, മൂവ്മെൻറ്റിനെയും സ്പിയർ എന്ന് പറയുന്നത് ഹെവനെയും ആണ് കേട്ടോ. അപ്പോൾ ഓർഡിനറി പീപ്പിൾ നോട്ടീസ് ദീസ് ഈവൻ ഹാപ്പനിങ് ആൻഡ് വണ്ടർ വൈ ദേ മെൻ. However, the movement of heaven, while being larger and more significant, go unnoticed by most people. ഇതേപോലെ തന്നെ ഇവിടെ പോയിട്ട് എന്താ പറയുന്നത്, ഭൂമിയെയും സ്വർഗത്തെയും തമ്മിൽ കമ്പയർ ചെയ്യാണ്. സ്വർഗം ഭൂമിയേക്കാൾ ഒത്തിരി മുകളിലാണ്. ഒത്തിരി പ്രാധാന്യം കൂടുതലും സ്വർഗത്തിന് തന്നെയാണെന്ന് ഇവിടെ പോയിട്ട് പറയുന്നുണ്ട്. ആ സ്വർഗത്തിലെ മൂവ്മെൻറ്റ് എന്താ, സ്വർഗത്തിലും ഇതേപോലെ മൂവ്മെൻറ്റൊക്കെ ഒത്തിരി പ്രശ്നങ്ങളും ഒത്തിരി ചലനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ആ സ്വർഗത്തിൽ നടക്കുന്ന ചലനങ്ങളൊന്നും ആരും നോട്ടീസ് ചെയ്യുന്ന പോലുമില്ല. എന്നാൽ അവിടെ നടക്കുന്ന ചലനങ്ങളും വളരെ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ അതാരും നോട്ടീസ് ചെയ്യുന്നില്ല. ഭൂമിയിൽ നടക്കുന്ന ചലനത്തെക്കാളും സ്വർഗത്തിൽ നടക്കുന്ന ചലനത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ അതാരും നോട്ടീസ് ചെയ്യുന്ന പോലും ഇല്ല, ആരുടെയും കണ്ണിൽ പോലും പെടുന്നില്ല, ഇല്ലേ.
അപ്പോൾ ഇങ്ങനെയെല്ലാം പറഞ്ഞ് തൻ്റെ ആ ഒരു പ്രിയതമേനെ ഒന്ന് ആശ്വസിപ്പിക്കാനാണ് ഇവിടെ പോയറ്റ് ശ്രമിക്കുന്നത്. ഇനി അടുത്ത ലൈൻ നോക്കാം. ഡൾ sublunary lovers love, whose soul is sense cannot admit absence because it doth remove those things which elemented it. അപ്പോൾ അടുത്ത ലൈനിൽ പറയുന്നത് എന്താണ്? അടുത്ത ലൈനിൽ നമ്മുടെ മറ്റ് മനുഷ്യരുടെ സ്നേഹത്തെ ഒന്ന് കൊച്ചാക്കി ചെറുതാക്കി കാണുവാണ് ഇവിടെ ജോൺ ഡൺ. Here he says that boring common people feel a kind of love that because it depends on sensual connection can handle separation. അതായത് സബ്ലൂണറി ലവ്. ലൂണർ എന്ന് പറഞ്ഞാൽ എന്താ? ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിനല്ലേ നമ്മൾ ലൂണർ എന്ന് പറയുന്നത്. അതായത് ഭൂമിയിലുള്ള കോമൺ പീപ്പിൾസിൻ്റെ സ്നേഹം കാണുമ്പോൾ ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, ആ സ്നേഹം ഒരു ഫിസിക്കൽ ആയിട്ടുള്ള സ്നേഹമാണ്, ഒരു സെൻഷ്യൽ കണക്ഷനുള്ള സ്നേഹമാണ് ഓർഡിനറി പീപ്പിളിൻ്റെ ലവ് എന്ന് പറയുന്നത്. അതായത് ഒരു ഫിസിക്കൽ കണക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ലവ്. അതുകൊണ്ട് തന്നെ അവർക്ക് സെപ്പറേഷൻ ഒട്ടും അംഗീകരിക്കാൻ പറ്റില്ല, അവർക്ക് ഒട്ടും ആ ഒരു സെപ്പറേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, അവർക്ക് പിരിഞ്ഞിരിക്കാൻ സാധിക്കത്തേയില്ല. നമ്മൾ അയാളുടെ ഫിസിക്കൽ പ്രസൻസും ഒക്കെയാണ് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നതെങ്കിൽ അയാളുടെ സാമീപ്യമില്ലാതെ ആ ലവ് ഒരിക്കലും നിലനിൽക്കില്ല, ആ ലവ് അങ്ങ് പോകും. ബട്ട് നമ്മുടെ സ്നേഹം അങ്ങനെയല്ല. നമ്മൾ ഫിസിക്കലി അപ്പാർട്ട് ചെയ്താലും നമ്മൾ തമ്മിലുള്ള ഫിസിക്കൽ ബോണ്ട് നഷ്ടപ്പെട്ടാലും ശരി, നമ്മളുടെ സ്നേഹം ഇപ്പോൾ ഉള്ളതിനേക്കാളും തീവ്രമായി തന്നെ നിലനിൽക്കും എന്ന് ആരാ പറയുന്നത്? ജോൺ ഡൺ പറയുകയാണ്. മറ്റ് ലവേഴ്സിനെ പോലെ അല്ല നമ്മളുടെ സ്നേഹം, ഭൂമിയിലുള്ള മറ്റുള്ളവരുടെ ലവ് പോലെ അല്ല നമ്മളുടെ ലവ്, വെറും ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റിൽ ഒതുങ്ങുന്നതല്ല നമ്മളുടെ സ്നേഹം എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താ, നമ്മുടെ സ്നേഹം ഫിസിക്കലിനേക്കാൾ ഉപരി ഇമോഷണലി അറ്റാച്ച്ഡ് ആണ്. അതുകൊണ്ട് തന്നെ വി ക്യാൻ ഹാൻഡിൽ സെപ്പറേഷൻ. ഇനി നമുക്ക് അടുത്ത ക്വാർട്ടറിലേക്ക് പോവാം. But we by a love so much refined that ourselves know what it is, in the assured of the mind, careless eyes, lips and hands to miss. അപ്പോൾ ഈ ലൈനൊക്കെ കാണുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, ഭയങ്കര സംഭവമാണെന്ന് തോന്നുന്നുണ്ട. ഇതൊരു സിമ്പിൾ മീനിങ് ആണ് കേട്ടോ. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? സ്പീക്കർ ആൻഡ് ഹിസ് ലവർ ഓൺ ദ അതർ ഹാൻഡ് എക്സ്പീരിയൻസ് എ മോർ റെയർ ആൻഡ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ബോണ്ട്. നമ്മുടെ ഈ സ്നേഹം അത്രയ്ക്ക് റിഫൈൻഡ് ആണ്, അത്രയ്ക്ക് പരിശുദ്ധമാണ് നമ്മൾ തമ്മിലുള്ള സ്നേഹം. നമ്മൾ തമ്മിൽ എന്താ ഉള്ളത്? സ്പെഷ്യൽ കൈൻഡ് ഓഫ് ബോണ്ടാണുള്ളത്, ഒരു റെയർ സ്പെഷ്യൽ ബോണ്ടുണ്ട്. അതെന്താണെന്ന് എനിക്ക് വ്യക്തമായി പറഞ്ഞു തരാനോ ആ സ്നേഹത്തിൻ്റെ തീവ്രത പോലും എനിക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റുന്നില്ല. ദേ കാൻറ്റ് ഈവൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ദംസെൽവ്സ് ബട്ട് ദേ ആർ ലിങ്ക് മെൻ്റലി സർട്ടൻ ഓഫ് വൺ അനദർ ഓൺ എ നോൺ ഫിസിക്കൽ പ്ലാൻ. ബിക്കോസ് ഓഫ് ദീസ് ഇറ്റ് മാറ്റേഴ്സ് ലെസ് ടു ദം വാട്ട് ദെയർ ബോഡീസ് ബി എ പാർട്ട്. അതായത് ഇവിടെ എന്താ പറയുന്നത്? നമ്മളുടെ സ്നേഹം എന്താ, ഒരു ഇൻ്റർ കണക്ഷൻ പോലെയാണ്. അത് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കെയർലെസ് ആയിട്ടിരിക്കണം. ഫിസിക്കലായിട്ടൊരു സെപ്പറേഷൻ അതിൽ നീ വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മളുടെ ഐസോ ലിപ്സോ ബോഡിയോ അതൊക്കെ സെപ്പറേറ്റ് ആവുമായിരിക്കും, അതൊക്കെ അപ്പാർട്ടാവും. പക്ഷേ അതിലൊന്നും നീ വിഷമിക്കരുത്. എന്തൊക്കെയായാലും എങ്ങനെയൊക്കെ സെപ്പറേറ്റ് ആയാലും നമ്മളുടെ ആ ലവിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. നമ്മളുടെ ലവ് അത്രയ്ക്ക് ഡീപ്പാണ്, അത്രയ്ക്ക് പ്രഷ്യസ് ആണ് നമ്മളുടെ സ്നേഹം എന്നാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത 4 ലൈൻ നോക്കാം. Our two souls therefore which are one, there though I must go endure not yet a breach but an expansion like gold to every thinnest beads. അതായത് ഇവിടെ അഗെയിൻ നമ്മുടെ പോയറ്റ് വീണ്ടും കുറച്ച് കമ്പയർ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താണ്? നമ്മുടെ സോൾ ഒന്നാണ് എന്നാണ് ഇവിടെ സ്പീക്കർ പറയുന്നത്. നമ്മുടെ ആത്മാവ് ഒന്നാണ്. The soul of the lover are unified by love. Although the speaker must leave their soul, will not be broken apart. Instead, they will expand to cover the distance between them, as fine metal expands when it is hammered. ഇവിടെ നമ്മുടെ രണ്ടുപേരുടെയും സോൾ ഒന്നാണ്. എന്നാലും എനിക്ക് പോകണം, എന്താണെന്ന് വെച്ചാൽ, പക്ഷേ ഞാൻ പോകുന്നതിൽ നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ബ്രീച്ചല്ല. ബ്രീച്ച് മീൻസ് എന്താ? വിടവ്. നമ്മളുടെ സെപ്പറേഷൻ ഒരു വിടവല്ല. നമ്മളുടെ സെപ്പറേഷൻ ഒരിക്കലും ഒരു വിടവാവില്ല, പകരം ഒരു എക്സ്പാൻഷനാണ്. അതായത് ഈ ഗോൾഡിനെയൊക്കെ നമ്മൾ ഹാമർ കൊണ്ട് അടിച്ച് എത്ര ബീച്ച് ചെയ്താലും അത് ഒടിഞ്ഞു പോയില്ല, പകരം എന്ത് ചെയ്യും? അത് വലുതായി പോകും. അതുപോലെ തന്നെയാണ് നമ്മളും സെപ്പറേറ്റഡ് ആവുമ്പോൾ ഒരു വിടവല്ല ഉണ്ടാവുന്നത്, പകരം എന്താണ്? ഗോൾഡിനെ പോലെ, സ്വർണത്തെ പോലെ നമ്മൾ എക്സ്പാൻഡ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ഒരു വികസനമാണ് അവിടെ ഉണ്ടാവുന്നത്. സോ നമുക്കിനി അടുത്ത 4 ലൈൻ നോക്കാം. If they be two, they are two so, as if twin compass are two. The soul of fixed foot makes no show to move, but doth if they other do.
അപ്പോൾ ഈ 4 ലൈൻ ഈ പോയത്തിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ലൈനാണ്, എൻ്റെയും ഫേവറേറ്റ് ആയിട്ടുള്ള ലൈനാണ്. ഈ ലൈനും ഇത് കഴിഞ്ഞ് വരുന്നൊരു 4 ലൈനുണ്ട്, അത് രണ്ടും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 8 ലൈൻസാണ് കേട്ടോ. ആൻഡ് നമ്മൾ ഈ ലൈൻസൊക്കെ നമുക്ക് മറ്റേ ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ അപ്രീസിയേഷനൊക്കെ വരുന്ന ലൈനാണ്, അവർക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല ഈ ലൈൻ. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. If their souls are in fact individual, they are nevertheless linked in the way the leg of drawing compass are linked. ഇനി നമ്മൾ ഒന്നല്ല 2 ഇൻഡിവിജ്വൽ ആണെന്ന് തന്നെ അങ്ങ് കരുതുക. പക്ഷെ നമ്മൾ എങ്ങനെയാണ്, നമ്മൾ ഡ്രോയിങ് കോമ്പസിൻ്റെ ഫുട്ട് പോലെയാണ്. The soul of the lover is like a stationary foot of the compass and which does not appear to move itself but actually does respond to the other foot's movement. അതായത് ഈ നമ്മൾ പോയിന്റ് ചെയ്ത് ഫിക്സ് ചെയ്ത് വെക്കുന്ന പാർട്ടില്ലേ, ഇപ്പോൾ നമ്മളൊരു സർക്കിൾ വരയ്ക്കുമ്പോൾ ഫിക്സ് ചെയ്ത് വെക്കുന്ന പാർട്ട്, അത് നമ്മുടെ ലവറാണ്, പോയറ്റിൻ്റെ ലവറാണ്. പിന്നെ ആ നമ്മൾ പെൻസിൽ പെൻ എന്താണെന്ന് വെച്ചാൽ അത് വെച്ച് നമ്മൾ ഡ്രോ ചെയ്യുന്ന ആ പാർട്ടില്ലേ, ആ ലെഗ് അത് സ്പീക്കറാണ്. ഇപ്പോൾ ഒരു കോമ്പസ് അല്ലെങ്കിൽ നമുക്കൊരു ഡിവൈഡറിനെ സങ്കല്പിച്ചാലും മതി. ആ കറങ്ങുന്ന പാർട്ട് എന്ന് പറയുന്നത് സ്പീക്കറും പോയിൻ്റഡ് ആയിട്ട് അവിടെ നിൽക്കുന്നത് ലവറുമാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ജോൺ ഡണ്ണ് ഒരു ലവിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി എടുത്ത ഇമേജാണ് കോമ്പസ് എന്ന് പറയുന്നത്. സാധാരണ ഈ ചന്ദ്രനും ആമ്പലും അതേപോലെ താമരയും സൂര്യനും അതേപോലെയുള്ള ക്യൂട്ടായിട്ടുള്ള ഇമേജസ് ഒക്കെയാണ് എല്ലാവരും എടുക്കുന്നത്. പക്ഷേ ഇവിടെ ജോൺ ഡൺ എടുത്തത് എന്തിനാണ്, കമ്പയർ ചെയ്യുന്ന എന്തായിട്ടാണ്, ഒരു കോമ്പസ് ആയിട്ടാണ്. അതും നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുകയാണ്, വല്ലാത്തൊരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യും ഇല്ലേ. ആ ഒരു ക്രിയേറ്റീവ് ടെക്നിക്ക് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഈ ലൈൻസിന് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും കരുതുന്നതും. ഇവിടെ ഈ കറങ്ങുന്ന പാർട്ട് ആരുമായിട്ടാണ് കമ്പയർ ചെയ്തേക്കുന്നത്, സ്പീക്കറായിട്ട്. അപ്പോൾ ആ കോമ്പസിൽ ആ സ്പീക്കർ കറങ്ങുമ്പോൾ തന്നെ ആ അടുത്ത ഫൂട്ടിനും ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട് ഇല്ലേ. ഇപ്പോൾ കോമ്പസ് എങ്ങനെയാണ് വിടർത്തി വെച്ചേക്കുവാണ്, അപ്പോൾ ആ ഫൂട്ട്സ് തമ്മിലൊരു സെപ്പറേറ്റഡ് ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് അല്ലേ. അതിൻ്റെ മുകൾ ഭാഗം എന്താണ്, അവർ തമ്മിലുള്ള ഒരു സ്പെഷ്യൽ കണക്ഷനാണ്. അതായത് ഈ 2 ഫൂട്ടും തമ്മിൽ കണക്ട് ചെയ്ത് പോയിൻ്റ് ചെയ്തുന്ന ആ ഒരു പാർട്ടില്ലേ, ആ ഭാഗം എന്ന് പറയുന്നത് ഈ 2 ഫൂട്ടും തമ്മിലുള്ളൊരു സ്പെഷ്യൽ കണക്ഷനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ലവറായിട്ടും ആ ഒരു കണക്ഷനായിട്ടും ഒക്കെയാണ്, ആ ലവേഴ്സിൻ്റെ കണക്ഷനായിട്ടൊക്കെയാണ് ഈ ഒരു കോമ്പസിനെയൊക്കെ പോയറ്റ് പറഞ്ഞേക്കുന്നത്. ഇനി നെക്സ്റ്റ് 4 ലൈൻസ് ഇതിൻ്റെ കണ്ടിന്യൂഷനാണ്, നമുക്കതൊന്ന് നോക്കാം. ആൻഡ് ദോ ഇറ്റ് ഇൻ ദ സെൻറ്റർ സിറ്റ്സ് yet when the other far doth wrong, it leans and hurtless after it and grows erect as the comes home. അപ്പോൾ അതായത് the stationary compass foot sit in the center of a paper when the other compass foot move further away. The stationary foot changes its angle to lean and direction of its longing to be nearer to its partner. അതായത് നമ്മുടെ ഈ പോയിറ്റ് ആ കോമ്പസിൻ്റെ സെൻറ്റർ പാർട്ടിൻ്റെ ചുറ്റിനും കടന്ന് തന്നെയാണ് കറങ്ങുന്നത്. ആ സ്പീക്കർ എവിടെയാണ്, ആരെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ആ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന ആ ഫൂട്ടിനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ മൂവിങ് ഫൂട്ടും സ്റ്റേഷനറി ഫൂട്ടും തമ്മിൽ പരസ്പരം നോക്കുന്നുണ്ട്, അവർ തമ്മിലൊരു കണക്ഷനുണ്ട്. അവർ അല്ലേ, ആ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ആ ഒരു സ്റ്റേഷനറി പാർട്ട് ഈ മൂവിങ് പാർട്ടിൻ്റെ ഒപ്പം തന്നെ ആ സ്റ്റേഷനറി പാർട്ടിൻ്റെ പോയിൻറ്റും മൂവ് ചെയ്യുന്നുണ്ടല്ലോ, അതിനെ ഫേസ് ടു ഫേസ് ഒന്ന് നോക്കുന്നുണ്ടല്ലോ. അത് തന്നെയാണ് പറയുന്നത്. ഇവർ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിലും എല്ലാം ഇവർ പരസ്പരം അറിയുന്നുണ്ട്, എല്ലാം ഇവർ പരസ്പരം കാണുന്നുണ്ട്. സോ അവർ തമ്മിൽ ഈ ഭൂമിക്ക് ചുറ്റും എങ്ങനെയൊക്കെ കിടന്ന് കറങ്ങിയെന്ന് പറഞ്ഞാലും പരസ്പരം എല്ലാം അറിയും. അതുപോലെ തന്നെയാണ് ആ മൂവിങ് ഫൂട്ട് എന്ന് പറയുന്നത്. ആ മൂവിങ് ഫൂട്ട് എങ്ങനെയൊക്കെ കറങ്ങിയാലും ആ സ്റ്റേഷനറി ഫൂട്ടിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കും. അത് അവരുടെ ഒരു കഴിവാണ്. അതുപോലെ തന്നെ ഇവർ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും വേറെ ഒരു ബാഹ്യമായ ഒന്നിലേക്കും ശ്രദ്ധിക്കാൻ ഈ സെൻറ്റർ ഫൂട്ട് തയ്യാറാവില്ല. സെൻറ്റർ ഫൂട്ട് അത്രയ്ക്ക് അറ്റാച്ച്ഡ് ആണ് ആരോട്, ഈ ഒരു റൊട്ടേറ്റ് ചെയ്യുന്ന ആ ഫൂട്ടിനോട് അത്രയ്ക്ക് അറ്റാച്ച്ഡ് ആണ്. ആ സെൻറ്റർ ഫൂട്ട് എപ്പോഴും നമ്മുടെ ഈ പോയിറ്റിനെ മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ. ഇവർ അത്രയും ഡിയർ വണ്ണാണ്, അത്രയ്ക്കും സ്നേഹമാണ് ഇവർ തമ്മിൽ. അതാണ് ആ അത്രയ്ക്ക് സുന്ദരമായൊരു പ്രണയമാണ് എന്നാണ് സ്പീക്കറും തൻ്റെ ലവറും തമ്മിലുള്ളത് എന്നാണ് ഈ കോമ്പസ് ഫൂട്ടും എന്നുള്ള രീതിയിൽ പോയിറ്റ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് 4 ലൈൻസ് നോക്കാം. Such we thou be to me who must like the other foot obligatory run, the firmness make my circle just and make me end where I began.
ഇവിടെ സ്പീക്കർ പറയുകയാണ് ആ സ്റ്റേഷനറി ഫൂട്ടായ തൻ്റെ ലവർ താൻ എത്ര ദൂരെ പോയാലും തന്നെ കൺട്രോൾ ചെയ്യുന്നു. ആ ഒരു ഫിക്സഡ് പൊസിഷനിൽ നിന്ന് തന്നെ ഒരു പെർഫെക്റ്റ് സർക്കിൾ വരയ്ക്കുന്ന പോലെ തന്നെയാണ് തൻ്റെ ലവറും. താൻ എത്രയൊക്കെ ദൂരെ പോയാലും, എന്തൊക്കെ ബുദ്ധിമുട്ടുകളിൽ പോയാലും, എന്തൊക്കെ ദുരിതം നിറഞ്ഞ വഴികളിലൂടെ സഞ്ചരിച്ചാലും തൻ്റെ ലൈഫ് പെർഫെക്റ്റ് ആക്കാൻ ആര് വഴികാട്ടുന്നു? തൻ്റെ ലവർ വഴികാട്ടുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലവ് പോയമാണിത്. ഇത് ലൈൻ ബൈ ലൈൻ സമ്മറി, അതിൻ്റെ ഒരു ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനാണ് ഞാനിവിടെ ഇപ്പോൾ പറഞ്ഞത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഇതൊരു 36 ലൈൻ പോയമാണ്. ഈ പോയം ഡിവൈഡ് ചെയ്തേക്കുന്നത് സെറ്റ് ഓഫ് 4 ലൈൻസ് അല്ലെങ്കിൽ ക്വാർട്ടറൈൻസ് ആയിട്ടാണ്. ഓരോ സെറ്റും 4 ലൈൻ വെച്ചിട്ടാണുള്ളത്. ഇതിന് ഒരു കോൺസ്റ്റൻറ്റ് പാറ്റേൺ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് റിതം ഉണ്ട് ഇതിന്, അതായത് ഒരു റൈമിങ് സ്കീം ഉണ്ട് ഇതിന്. ഇതിൻ്റെ റൈമിങ് സ്കീം എന്താ? ABAB ആണ് കേട്ടോ. ഡൺ ഇതിൽ ചൂസ് ചെയ്തിരിക്കുന്നത് ഇയാമ്പിക് ടെട്രാമീറ്റർ ആണ്. സാധാരണ ഇയാമ്പിക് പെൻഡാമീറ്റർ എന്നാണ് പറയുന്നത്. നമ്മളുടെ സോണറ്റ് 1 to 1 എന്തായിരുന്നു? ഇയാമ്പിക് പെൻഡാമീറ്റർ ആയിരുന്നു. ഇതെന്താണ്? ഇയാമ്പിക് ടെട്രാമീറ്റർ ആണ്. ആൻഡ് ഫസ്റ്റ് ഓഫ് ദീസ് ഈസ് അൺസ്ട്രെസ്ഡ് ആൻഡ് ദ സെക്കൻഡ് ഈസ് സ്ട്രെസ്ഡ്. പിന്നെ ഈ വാലഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് എന്ന് വെച്ചാൽ എന്താ? ഡണ്ണിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു പോയമാണ്. മറ്റ് പോയംസ് പോലെ അല്ല. മറ്റ് പോയംസൊക്കെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് പോയംസ് ആണ്. അതിൽ കുറച്ച് സെൻഷ്വൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. ഇതിൽ പ്യുവർ ലവ് ഒക്കെയാണ് ഇതിൽ പറയുന്നത്. ഇത് ഡണ്ണെല്ലാം ഡയറക്റ്റായിട്ടാണ് ഒരു ഐഡിയ ഇതിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ അല്ലാതെ കോംപ്ലിക്കേറ്റഡ് ആക്കി പറയുന്നതേ ഇല്ല. ഇതിൽ പവിത്രമായ സ്നേഹം എന്ന് തന്നെയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ പോയം എസെൻഷ്യലി എ സീക്വൻസ് ഓഫ് മെറ്റഫർ ആൻഡ് കമ്പാരിസൺ. അത് നമ്മൾ കണ്ടല്ലോ, ഒത്തിരി മെറ്റഫേഴ്സ് ഉണ്ട് ഇതിൽ. കോമ്പസ് ഉണ്ട്, ഗോൾഡിനെ അടിച്ച് പരത്തുന്ന അതൊക്കെയുണ്ട്. പിന്നെ സിമിലി യൂസ് ചെയ്യുന്നുണ്ട്. അതും എന്താ 2 feet ഓഫ് ദ കോമ്പസ് ആർ അറ്റാച്ച്ഡ് ടു ദ ടോപ്പ്, അതാണ് ഇതിൽ സിമിലി പറയുന്നുണ്ട്. പിന്നെ അസണൻസ് ഉണ്ട്, ആലിട്രേഷൻ ഉണ്ട് ഇതിൽ. ഇതൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്ന പോയിറ്റിക് ഡിവൈസസ് ഒക്കെ. ഇതിൻ്റെ റൈമിങ് സ്കീം ഒന്ന് ഓർത്ത് വെച്ചോളൂ, ABAB ആണ് കേട്ടോ. പിന്നെ എന്താ ഇതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് ലവ് ആൻഡ് ഡിസ്റ്റൻസ് ആണ്. പിന്നെ ഫിസിക്കൽ ലവ് വേഴ്സസ് സ്പിരിച്വൽ ലവ്, ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത്. ഇതിന് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഒന്നുകൂടെ ഡീറ്റെയിൽ ആയാൽ വീണ്ടും വീഡിയോ ലെങ്തി ആവുമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിൽ തന്നിട്ടുണ്ട്. മാക്സിമം അത് ചെയ്യാൻ നോക്കുക. ഇത്രക്ക് ക്വസ്റ്റ്യൻ മാത്രമല്ല ഇതിലുള്ളത്, ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാനിപ്പോൾ വിചാരിക്കുന്നത് എക്സാം എടുക്കും തോറും അല്ലെങ്കിൽ ഒരു 1 വീക്കിൽ തന്നെ സൺഡേ എന്തെങ്കിലും നമ്മൾ ഇത്രയും നാൾ പഠിച്ച എല്ലാ ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ടോപ്പിക്കിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യാം. ക്വസ്റ്റ്യൻ റിവൈസ് ചെയ്യുന്ന പോലെ ആവാം. പിന്നെ ഇതൊരു ലെങ്തി വീഡിയോ ആവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ മറ്റേ വൊക്കാബുലറി പാർട്ട് ആഡ് ചെയ്യുന്നില്ല. പിന്നെ എനിക്ക് സൗണ്ട് നല്ല ഇഷ്യൂ ഉണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് ക്ലാരിഫൈ ചെയ്തുതരാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതിയാവും, ഞാനത് ക്ലാരിഫൈ ചെയ്തുതരാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. പിന്നെ HSIക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് സപ്പോർട്ടിങ് മീ.